ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന തൃശൂർ ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രം മാതൃകയെന്ന് മുഖ്യമന്ത്രി. നിർധനരായ 50 കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന ചടങ്ങിലായിരുന്നു പ്രശംസ. ചടങ്ങിൽ 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികവും വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനവും നടന്നു. ഫാദർ അഗസ്തീൻ വല്ലൂരാന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആലപ്പുഴ അരൂർ തുറവൂർ ദേശീയപാതയിൽ കൂടുതൽ ഹോം ഗാർഡുകളെ വിന്യസിക്കാനും ഹൈറ്റ് ബാർ സ്ഥാപിക്കുന്ന കാര്യം പരിശോധിക്കാനും തീരുമാനമായി. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാതയിൽ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനവും കർശനമാക്കും. തൃശൂരിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. 64 പരാതികളിൽ നിന്നായി 8 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ സജിത അജിത്, സുനിത, AK വിനോദ്, കൗൺസിലർ മാലാ രമണൻ എന്നിവർ പരാതികൾ പരിശോധിച്ചു.